സ്നേഹമുള്ളവരെ, എന്നെ പൗവത്തിൽ പിതാവിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്താനായി നിങ്ങൾ ക്ഷണിച്ചതിനെ ഓർത്ത് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. പൗവത്തിൽ പിതാവുമായി ഇടപെടാനായി എനിക്ക് അവസരം ലഭിച്ചത് 1987 അതിന് ഒരു പശ്ചാത്തലമുണ്ട്. 1980 ആലുവ സെമിനാരിയിലെ ഭൂരിഭാഗം പ്രൊഫസർമാരും വൈദിക വിദ്യാർത്ഥികളും ലിബറേഷൻ തിയോളജിയുടെ വക്താക്കളായിരുന്നു. അങ്ങനെ ലിബറേഷൻ തിയോളജിയുടെ വക്താക്കളായിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം നടത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടുത്തെ ഭൂരിഭാഗം പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചെയ്യുന്നത് തെറ്റാണെന്ന് അവിടെ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥികൾക്ക് തോന്നി. അതിലൊരു വിദ്യാർത്ഥിയായിരുന്ന ബ്രദർ ലോറൻസ് തൈക്കാട്ടിൽ തൃശ്ശൂർ ലൂർദ് കത്തീഡ്രലിലാണ് തൻ്റെ സേവനം ബ്രദർ എന്നുള്ള നിലയ്ക്ക് നടത്തിയിരുന്നത്. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛനായിരുന്ന ഇഗ്നേഷ്യസ് ചാലിശ്ശേരി അച്ഛനോട് ചോദിച്ചു, ഈ ലിബറേഷൻ തിയോളജിയുടെ കള്ളത്തരത്തെക്കുറിച്ച് പറയാനായിട്ട് അച്ഛനെ അറിവിൽ വല്ലവരുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പള്ളിയുടെ ചവിട്ടുപടിയിൽ അലസമായി സംസാരിച്ചുകൊണ്ടിരുന്ന എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ KM ഫ്രാൻസിസിനെ വിളിച്ചുകൊണ്ട് പോയാൽ ബ്രദറിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടക്കും. അങ്ങനെ 1987-88 ആ വർഷങ്ങളിൽ 10 ദിവസത്തെ 30 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞാൻ ക്ഷണിക്കപ്പെടുകയാണ്. അവിടെ വെച്ച് ഞാൻ അവരോട് പറഞ്ഞു, എന്താണ് ലിബറേഷൻ തിയോളജിക്കാർ ബൈബിൾ വ്യാഖ്യാനത്തെ മാറ്റി എഴുതുന്നത്? ആ ബൈബിൾ വ്യാഖ്യാനത്തെ മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്? മോശ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. പഴയ നിയമം മുഴുവൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ രാഷ്ട്രീയപരമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാനാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൗത്യം രാഷ്ട്രീയമാണ്, അല്ലാതെ ആത്മീയമല്ല. അതുകൊണ്ട് ഇന്നത്തെ സഭ ആരാധനയും കുർബാനയും ഒന്നുമല്ല നടത്തേണ്ടത്, പാർട്ടിയുടെ ഒപ്പം സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി അണിചേരുകയാണ് വേണ്ടത് എന്നാണ് ലിബറേഷൻ തിയോളജിക്കാരെന്ന് പഠിപ്പിച്ചിരുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറയാനാണ് ഒരിക്കൽ സ്റ്റാൻസ് ലൂർദ് സ്വാമി തൃശ്ശൂരിൽ എത്തിച്ചേർന്നത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വന്യവൈദികൻ ഫാദർ വെർണർ ചക്കാലക്കൽ CMIയും ഷവലേർ എൻ ഔസേപ്പും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ ഒരു പ്രമേയത്തെ ഞാൻ നേരിട്ട് ഖണ്ഡിച്ചിരുന്നത് ഇങ്ങനെയാണ്. മോസസ് ഫറവോയോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണമെന്നല്ല. മോസസ് ഫറവോയോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് മരുഭൂമിയിലേക്ക് 3 ദിവസം യാത്ര ചെയ്ത് അവിടെ വെച്ച് ഞങ്ങളുടെ കർത്താവായ ദൈവത്തിന് ആരാധന അർപ്പിക്കണമെന്നതാണ്. അവ ദൈവാരാധനയിൽ കേന്ദ്രീകൃതമായ ഒരു സമൂഹം സൃഷ്ടിച്ചാൽ ആ സമൂഹം സ്വാഭാവികമായും സാമൂഹികവും രാഷ്ട്രീയവും ഭൗതികവുമായ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചനം നേടും എന്നതാണ് മോശയുടെ പ്രമേയം എന്നും അതിനെ പൂർത്തിയാക്കാനാണ് യേശു വന്നതെന്നും 10 ദിവസത്തെ എൻ്റെ പ്രഭാഷണത്തിലൂടെ അവരെ ഞാൻ ബോധ്യപ്പെടുത്തി. അതിലുണ്ടായിരുന്ന കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലെ ചില ഷമ്മാശന്മാർ പൗവത്തിൽ പിതാവിനെ കണ്ടു പറഞ്ഞു,
ലിബറേഷൻ തിയോളജിയുടെ പൊള്ളത്തരങ്ങൾ അറിയണമെങ്കിൽ KM ഫ്രാൻസിസ് എന്ന് പറയുന്ന യുവ അധ്യാപകനെ വിളിച്ചാൽ മതി. അങ്ങനെ പൗവത്തിൽ പിതാവ് എന്നെ 87-88 കാലഘട്ടത്തിൽ 2 ദിവസങ്ങളായി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മുഴുവൻ വൈദികർക്കും വേണ്ടി 5 മണിക്കൂർ നീളുന്ന 2 ക്ലാസ് സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, 5 മണിക്കൂർ നേരം കൃത്യമായി നോട്ട് എഴുതിയെടുത്ത പൗവത്തിൽ പിതാവ്, അദ്ദേഹത്തിന് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതായിരുന്നു. മോസസ് ആഗ്രഹിച്ചത് ഭൗതികപരമായ അടിമത്തത്തിൽ നിന്നുള്ള മോചനമല്ല, അടിമത്തത്തിൻ്റെ കേന്ദ്രം ദൈവനിഷേധമാണെന്നും അതുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ദൈവാരാധനയിൽ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി വേണമെന്നുള്ളതാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി, പാല, കോട്ടയം, കോതമംഗലം മുതലായ രൂപതകളിലെ പിതാക്കന്മാരെ വിളിച്ച് അവിടെയുള്ള വൈദികർക്കും യുവജനങ്ങൾക്കും എന്നെ ഉപയോഗിച്ച് ട്രെയിനിങ് നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെയാണ് പൗവത്തിൽ പിതാവുമായി ഞാൻ ആദ്യമായി ബന്ധപ്പെടുന്നത്. പിന്നീട് 1991 ചെന്തേസിമൂസ് അന്നൂസ് എന്ന ചാക്രിക ലേഖനം ഇറങ്ങിയപ്പോൾ KCBCയുടെ നേതൃത്വത്തിൽ റേരും നൊവേരമിൻ്റെ 100ാം വാർഷിക ആഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണം എന്നേക്കാൾ പ്രഗത്ഭന്മാരുണ്ടായിട്ട് കൂടി പൗവത്തിൽ പിതാവ് നിർബന്ധം പിടിച്ചു, അത് ഫ്രാൻസിസ് തന്നെയായിരിക്കണം ആരാധനയിൽ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ജീവിതം എങ്ങനെ രാഷ്ട്രീയ ഭൗതിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്ന് വിശദീകരിക്കാൻ എന്ന് ശാഠ്യം പിടിച്ചു. അങ്ങനെയാണ് പൗവത്തിൽ പിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത്. പിന്നീട് ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹവുമായിട്ട് 5 കൊല്ലം നിരന്തരം പ്രവർത്തിച്ചത് പബ്ലിക് അഫയേഴ്സ് കമ്മീഷനിലെ അംഗമെന്ന നിലയിലാണ്. മാത്രമല്ല, സഭ എന്നൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ അന്ന് പൗവത്തിൽ പിതാവ് ഉണർന്നെഴുന്നേൽക്കുകയും അദ്ദേഹം എന്നെ പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗം എന്നല്ല പറയുക, സ്വന്തം ആത്മീയതയുടെ ലക്ഷണമായാണ് ഞാൻ അതിനെ കാണുന്നത്. പ്രിയമുള്ളവരെ, പൗവത്തിൽ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം സഭയ്ക്ക് ചെയ്ത നന്മകൾ അത് ആരാധനാക്രമത്തിൽ മാത്രമല്ല, അതിലേറെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കേരള സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്നതിൽ അദ്ദേഹം എന്നും ഉത്സുകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്, ഫ്രാൻസിസെ, നമ്മൾ കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും എതിരല്ല. എന്താണ്? കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും അപ്പുറത്ത് ഒരു പുതിയ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് എന്തു വേണം എന്നതിനെക്കുറിച്ച് പറയാനുള്ള പ്രവാചകന്മാരാണ് നമ്മൾ. രണ്ടിൻ്റെയും നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതായി സമൂഹത്തിന് ഒരു ഘടനാ രൂപം കൊടുക്കാൻ എന്ത് ചെയ്യണം, അതാണ് കത്തോലിക്ക സാമൂഹിക പ്രബോധനത്തിൻ്റെ അടിത്തറ. അതിനുവേണ്ടി സാറ് ചെയ്യുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഞാൻ പിന്തുണ നൽകുന്നു എന്ന് ഇടയ്ക്കിടെ എന്നോട് പറയും. പക്ഷേ എങ്കിലും പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ലിറ്റർജിയിൽ തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം പ്രധാനമായിട്ട് സീറോ മലബാർ സഭയ്ക്ക് തനതായിട്ടുള്ള ഒരു അധികാരപരിധി റോം 1924 നൽകിയപ്പോൾ ഈ സഭയോട് ചില ദൗത്യങ്ങൾ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നു. എന്താണ്? അതിൻ്റെ തനതായിട്ടുള്ള ആത്മീയത എന്താണ്, ഭരണക്രമം എന്താണ്, അതിൻ്റെ ആരാധനാ രീതികൾ എന്താണ്, അതിൻ്റെ അപ്പസ്തോലിക പാരമ്പര്യം എന്താണ് എന്നതെല്ലാം നിങ്ങൾ വീണ്ടെടുക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രമാണ്.
കെ.എം. ഫ്രാൻസിസിന്റെ ഐഡന്റിറ്റി അഥവാ സ്വത്വം എന്നാൽ എന്താണ്? മൃഗങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും എന്നെ വേർതിരിച്ച് എന്നെ നിലനിർത്തുന്നത് എന്താണ്? എൻ്റെ ജനനം മുതൽ ഈ ദിവസം വരെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി, സർവമനുഷ്യരുടെയും ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തുവോ ആ പ്രവൃത്തികളുടെ ചരിത്രമാണ് ഞാൻ. അതാണ് നിങ്ങളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്ന എൻ്റെ ഐഡന്റിറ്റി, അതാണ് എൻ്റെ സ്വത്വം. അപ്പൊ സീറോ മലബാർ സഭയുടെ ഐഡന്റിറ്റി എന്താണ്? ഈ ലോകത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി 2000 വർഷമായി കത്തോലിക് സീറോ മലബാർ സഭ എന്തെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ അതാണ് അവളുടെ ചരിത്രം, അതാണ് അവളുടെ സ്വത്ത്. അതിന്റെ ഏറ്റവും അടിത്തറ തോമസ് ലീഹായിൽ നിന്ന് നമുക്ക് വിശ്വാസം കൈമാറി കിട്ടിയെന്ന ഏറ്റവും അടിസ്ഥാന അറിവാണ്. ആ ചരിത്രം വായിക്കപ്പെട്ടാൽ നമ്മുടെ സ്വത്വം തകർക്കപ്പെടുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഒരു ചാനലില് ഒരാൾ വന്നിട്ട് പറയാണ് തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ആ ചാനലുകാരെ കുറിച്ച് എനിക്ക് പുച്ഛം തോന്നി. കാരണം എന്താണ്? അവർ പറയാണ്, ആ ചാനലിൽ വേറൊരു പരിപാടിയിൽ പറയാണ്, മലയാറ്റൂർ തോമസ് ലീഹ വന്നിറങ്ങിയതിന്റെ ആ പുണ്യപാദ സ്പർശത്തിന്റെ ആത്മീയാഘോഷമാണ് മലയാറ്റൂർ തീർത്ഥാടനം. അവർ തന്നെ അപ്പുറത്ത് പറയാണ് തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടില്ല എന്ന്. അപ്പൊ കേരളത്തിൽ വരാത്ത തോമസ് ലീഹ മലയാറ്റൂർ മാത്രം എങ്ങനെ വന്നിറങ്ങി? ആത്മീയതയിൽ യുക്തി പാടില്ല എന്നുണ്ടോ? അപ്പൊ ഇത്തരം നുണകള് വെച്ച് കാച്ചുന്ന ആളുകളാണ് ഇന്ന് പല സ്ഥലത്തും നിലനിൽക്കുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, തോമസ് ലീഹയിൽ നിന്ന് ആ നേടിയ ആ പാരമ്പര്യത്തെ വളർത്തണം എന്ന് റോം ആവശ്യപ്പെട്ടപ്പോ ഈ 1924 മുതലുള്ള പിതാക്കന്മാർക്ക് എന്ത് പറ്റി? അവർ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അവരുടെ പലരുടെയും പല വൈദികരുടെയും വിചാരം, പല ബിഷപ്പുമാരുടെയും കർദിനാൾമാരുടെയും ഒക്കെ ബോധ്യമായിരുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് പ്രാർത്ഥനകൾ തുന്നിക്കൂട്ടിയാൽ അത് പരിശുദ്ധ ആരാധനാക്രമമാകും, ഹോളി ലിറ്റർജി ആകും എന്ന മൂഢധാരണയിലായിരുന്നു പല പിതാക്കന്മാരും. അവരിൽ ചില ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയും? ലത്തീൻ കുർബാനക്രമത്തെ അതേപടി സുറിയാനി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇതാണ് സുറിയാനി പാരമ്പര്യം എന്ന് പ്രഖ്യാപിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അവർ. അപ്പോഴാണ് കാർഡിനൽ ടിസ്റാൻഡ്, അതുപോലെ തന്നെ ഫാദർ പ്ലാസിഡ് പൊടിപ്പാറ മുതലായവർ തങ്ങളുടെ പഠനങ്ങളിലൂടെ പറഞ്ഞത്, ലത്തീൻ ആരാധനാക്രമം സുറിയാനിയിൽ എഴുതിയാൽ അത് സുറിയാനി സഭയുടെ പാരമ്പര്യമാകില്ല. അതുകൊണ്ട് എന്താണോ ഇവിടെ പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് നമുക്കുണ്ടായിരുന്ന ആരാധനാക്രമം അതിനെ പൂർണ്ണമായി നിങ്ങൾ തിരിച്ചെടുക്കുകയും അതിനെ നവീകരിക്കുകയും വേണം. ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള ധൈര്യമോ അറിവോ കഴിവോ ഉള്ളവരില്ലാതിരുന്നുകൊണ്ടാണ് പൗവത്തിൽ പിതാവ് ആ ദൗത്യം ഏറ്റെടുത്തത്. ആ സമയത്ത് മറ്റു ചില പിതാക്കന്മാർ ഭാരതീയ ആരാധനാക്രമം എന്ന പേരിൽ ഒരെണ്ണം കുറെയൊക്കെ എഴുതി തട്ടിക്കൂട്ടി ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ഭാരതീയ ആരാധനാക്രമത്തെ തകർത്തത് വത്തിക്കാനോ അല്ലെങ്കിൽ പൗവത്തിൽ പിതാവോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ലോബിയൊക്കെയാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഭാരതീയ ആരാധനാക്രമം എന്ന പേരിൽ നടത്തിയ അനുഷ്ഠാനങ്ങളിൽ ഭൂരിഭാഗവും ബ്രാഹ്മണിക് ആരാധനയുടെ തനിയാവർത്തനങ്ങളായിരുന്നു. 1980-കളാകുമ്പോഴേക്കും തമിഴ്നാട്, ആന്ധ്ര, ഒറീസ മുതലായ സംസ്ഥാനങ്ങളിലെ ദളിത് വിഭാഗങ്ങൾ ശക്തി പ്രാപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭാരതീയം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക് എന്ന് മാത്രമായിട്ട്
നിങ്ങൾ ചെയ്യുന്നത് ഭാരതീയ ചരിത്രത്തോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് അവർ ശക്തമായി വാദിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ഭാരതീയ പൂജ തന്നെത്താൻ ഇല്ലാതായി പോയത്. അല്ലാതെ അതിനാരെയും നശിപ്പിച്ചിട്ടില്ലാതായി പോയതല്ല. പ്രിയമുള്ളവരെ, ബ്രാഹ്മണിക് വേഷവിധാനങ്ങളോടുകൂടി പൂജാതി കർമ്മങ്ങൾ പള്ളിയിൽ ചെയ്യാൻ ആരംഭിച്ചാൽ അത് ഭാരതീയമാകുമെന്ന മൂഢധാരണയുടെ തകർത്ത് കളഞ്ഞത് മറ്റാരുമല്ല, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒറീസ മുതലായ സ്ഥലങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് കാർഡിനൽ ടിസറാൻഡിൻ്റെ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് പൗവത്തിൽ പിതാവ് ഇത്തരമൊരു റിനോവേഷന് ഇത് തയ്യാറായത്. പ്രിയമുള്ളവരെ, പൗവത്തിൽ പിതാവ് അങ്ങനെ തയ്യാറാകുമ്പോൾ ഞാൻ പാറേക്കാട്ടിൽ പിതാവിൻ്റെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടു. അതിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള വളരെ പ്രഗത്ഭനായ ഒരു അച്ഛൻ പറയുകയാണ്, ലിറ്റർജി തിരിച്ചെടുക്കണം എന്ന് മാത്രമല്ല വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ലിറ്റർജി തിരിച്ചെടുക്കണം, ലിറ്റർജി റെനോവേഷൻ നടത്തണം, അതിനെ റിന്യൂ ചെയ്യണം. 3, അതിന് ഇൻകൾച്ചറേഷൻ വേണം. ഇത് 3ഉം ഒരുമിച്ച് ചെയ്യണമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ നിൽക്കുകയാണ് പൗവത്തിൽ പിതാവ് എന്നാണ് ഈ അച്ഛൻ പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങളോട്, ഈ അച്ഛനോടോ പൗവത്തിൽ പിതാവിനോടോ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. ആദ്യം നമ്മൾ പുനരുദ്ധരിക്കുന്ന ഈ ലിറ്റർജിയിലെ വാക്കുകളുടെ പോലും അർത്ഥമറിയാത്ത ആളുകളാണ് ഇതിനെ പരിഷ്കരിക്കണം എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം, ഒരിക്കൽ സീറോ മലബാർ സഭയുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് മേജർ എപ്പിസ്കോപ്പൽ അസംബ്ലി, വെറും പരിപാടിയല്ല, ഒരു സഹോദരി അതിൽ ചോദിച്ചു, അനാഫറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ ലിറ്റർജിയുടെ പ്രഗത്ഭന്മാരൊക്കെ ഇരുന്നിട്ട് അതിന് കൊടുത്ത മറുപടി കേട്ടാൽ എന്നെ തികച്ചും അത് രോഷാകുലനാക്കി. എന്താണ് മറുപടി? ചേച്ചി, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഇത്തരം സ്റ്റാൻഡേർഡ് കുറഞ്ഞ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഈ മറുപടി പറഞ്ഞ ആൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ല എന്നുള്ളതാണ് സത്യം. മറുപടി പറഞ്ഞ ആൾക്ക് മാത്രമല്ല, 10,000ങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അനാഫറ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ രീതിയിലാണ് ഉത്തരം പറയുന്നത്. കാരണം അനാഫറ എന്ന വാക്കിന്റെ അർത്ഥം, അനാഫറ എന്ന വാക്ക് സുറിയാനി വാക്കല്ല, അത് ഗ്രീക്ക് വാക്കാണ്. നമ്മൾ എന്ത് ചെയ്തു? ലാറ്റിൻ ലിറ്റർജിയിൽ അനാഫറ എന്ന വാക്കിന് പാരലായിട്ട് എഴുതി വെച്ചിട്ടുള്ള കൂദാശാക്രമം എന്ന അർത്ഥമാണ് ഇതിന് കൊടുക്കണേ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, അരിസ്റ്റോട്ടിലെ പോയറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൽ ആണ് അനാഫറ എന്ന വാക്കിന്റെ അർത്ഥം കൃത്യമായി വിവരിക്കുന്നത്. അനാഫറ എന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിൽ ചില ഗാനങ്ങളും ചില സംഭവങ്ങളും സ്ഥിരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. മറ്റു ചിലത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അനാഫറ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. എല്ലാ ദിവസവും ആവർത്തിക്കേണ്ടത് അതിൻ്റെ കേന്ദ്ര പ്ലോട്ടാണ്. ആ പ്ലോട്ടാണ് അനാഫറ. അപ്പൊ ഇതുപോലും വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് അതിനെ പരിഷ്കരിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ അടുത്ത് ഒരു എപ്പിസോഡ് കണ്ടു. അത് ജീവൻ ഫിലിപ്പിനെ വെച്ചുകൊണ്ട് പറയുകയാണ്, ലത്തീൻ സഭയിൽ നിന്ന് സ്വീകരിക്കാത്ത യാതൊന്നും സീറോ മലബാർ സഭയിലില്ലേ. അത് കേട്ടിട്ട് കൈയടിക്കാൻ കുറെ ആൾക്കാരും. പ്രിയമുള്ളവരെ, ലത്തീൻ സഭ എന്തുകൊണ്ടാണ് ഈ സീറോ മലബാർ സഭയെയും ഓറിയന്റൽ സഭകളെയും സ്വീകരിച്ചതെന്നറിയാമോ? ലത്തീൻ സഭയുടെ ദൈവശാസ്ത്ര ചിന്തകൾ പലതും പരിമിതങ്ങളായിരുന്നു. അതിനെ മറികടക്കാവുന്ന പലതും
സീറോ മലബാർ സഭയുടെയും മറ്റ് ഓറിയന്റൽ സഭകളുടെയും ലിറ്റർജി ടെക്സ്റ്റുകളുടെ അകത്ത് അവർ കണ്ടെത്തിയതാണ് ലത്തീൻ സഭ മാനസാന്തരപ്പെടാനുള്ള കാരണം. അപ്പൊ ലത്തീൻ സഭയിൽ കുറെ നന്മകളുണ്ട്, ഓറിയന്റൽ സഭകളിൽ ചില നന്മകളുണ്ട്, ലത്തീൻ സഭയിൽ ചില തിന്മകളുണ്ട്, ഓറിയന്റൽ സഭയിൽ ചില തിന്മകളുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭ ലത്തീൻകാരുടെ കുറ്റവും ലത്തീൻ സഭ സീറോ മലബാർ സഭയുടെ കുറ്റവും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കരുവാക്കിയിട്ടാണ് ജീവൻ ഫിലിപ്പിനെ ഒരു ചാനല് മുന്നിൽ നിർത്തിയിട്ടുള്ളത്. കാരണം സീറോ മലബാർ സഭയിൽ നിറച്ച് അനാചാരങ്ങളായിരുന്നത്രേ. പ്രിയമുള്ളവരെ, ലത്തീൻ സഭയ്ക്ക് മാനസാന്തരം വരാനുള്ള ഒരു കാരണം പറയട്ടെ. ഈ ലത്തീൻ സഭ എന്തുകൊണ്ടാണ് ജപ്പാനിലുള്ള മുഴുവൻ ക്രൈസ്തവരെയും ജപ്പാൻകാർ കൊന്നുകളഞ്ഞത്? സ്പെയിൻകാർ ജപ്പാനിൽ ചെന്നപ്പോ ജപ്പാനിലെ രാജാവ് സ്പെയിൻകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പൊ സ്പെയിൻകാർ പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ തോൽക്കും, കാരണം ജപ്പാനിലെ ക്രിസ്ത്യാനികളൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരാണ്, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. ഇത് കേൾക്കേണ്ട താമസം ജപ്പാനിലെ രാജാവ് മുഴുവൻ കത്തോലിക്കരെയും ക്രിസ്ത്യാനികളെയും കൊന്നുകളഞ്ഞു. ഇതാണ് ജപ്പാനിലെ പീഡനത്തിന്റെ കാരണമെന്ന് മനസ്സിലായതുകൊണ്ടാണ് 1915 മാക്സിമം ഇല്യൂഡ് എന്ന് പറയുന്ന ലേഖനത്തിലൂടെ ബെനഡിക്ട് 15 മാർപ്പാപ്പ പറഞ്ഞത്, ഇവിടെ നിന്ന് പോണ മിഷനറിമാര് ഈ രാജ്യത്തിന്റെ അംബാസഡർമാരല്ല, ക്രിസ്തുവിന്റെ അംബാസഡർമാരാണ്. ഇത്തരത്തിലുള്ള എത്രയോ പൊട്ടത്തരങ്ങൾ ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പോർച്ചുഗലിലെ രാജാവിനെ ബിഷപ്പിനെ വാഴിക്കാനുള്ള അധികാരം കൊടുത്തു. അപ്പൊ രാജകീയ പദവിക്ക് മെത്രാൻ പദവിയേക്കാൾ മുകളിലുള്ള ഒരു സ്ഥാനം കൊടുത്തതാണ് ഒരു അധികാര കൈമാറ്റം. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് ബ്രിട്ടനിലെ രാജാവ് സ്വയം സഭയുടെ തലവനായിട്ട് മാറിയത്. കാരണം പോർച്ചുഗലിനെ ഇങ്ങനെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബ്രിട്ടന് കൊടുത്തുകൂടാ? അപ്പൊ ഇത്തരം പ്രതിസന്ധികൾ ഇതേപോലത്തെ പ്രശ്നം സീറോ മലബാർ സഭയ്ക്കുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയല്ല അവർ ചെയ്തത്. ലത്തീൻ സഭ മനസ്സിലാക്കി കുറ്റം പറയലല്ല വേണ്ടത്, മറ്റു സഭകളിലെ നന്മകൾ എന്താണെന്ന് കാണാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ഞാൻ 1985 കോട്ടയം വടവാതൂർ സെമിനാരിയിൽ വെച്ച് നടന്ന ഒരു സെമിനാറിൽ വെച്ച് നെസ്റ്റോറിയസിന്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാനിടയായിട്ടുണ്ട്. അന്ന് മൽപ്പാൻ മാത്യു വെള്ളാനിക്കലായിരുന്നു ആ സെമിനാറിന്റെ സംഘാടകൻ. ഒരു ദിവസം ഒരു സെഷൻ എന്നെ, ചെറിയ കുട്ടിയാണ് ഞാൻ, എനിക്ക് 24 വയസ്സുള്ള, എന്നെയാണ് മോഡറേഷനെ ഏൽപ്പിച്ചത്. ഞാൻ സെന്റ് അഗസ്റ്റിന്റെ വാക്കുകൾ പറഞ്ഞിട്ടാണ് മോഡറേറ്റർ ആയിട്ടിരുന്നത്. സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, either use or refuse, don't confuse. പ്രിയമുള്ളവരെ, ഇന്ന് സഭയിലെ പല ചാനലുകളും ചെയ്യുന്നത് ഒന്നുകിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക, മനുഷ്യരെ കൺഫ്യൂഷനിലാക്കരുത്. അന്ന് ആ സെമിനാറിൽ അവതരിപ്പിച്ച പ്രബന്ധമായിരുന്നു, നെസ്റ്റോറിയസും നെസ്റ്റോറിയനിസവും രണ്ടും രണ്ടാണ്. നെസ്റ്റോറിയസിന്റെ അനാഫറ തെറ്റാണെന്ന് ഉള്ള ചിന്ത കത്തോലിക്ക സഭയ്ക്ക് പറ്റിയ ഒരു തെറ്റിദ്ധാരണയുടെ മൂലമാണ്. പ്രിയമുള്ളവരെ, അതറിയണമെങ്കിൽ നിങ്ങൾ റിനോവേറ്റ് ചെയ്താൽ പോലെ, അത് പുനരുദ്ധരിച്ചാൽ പോലെ, പരിഷ്കരിക്കണമെന്ന് പറയുന്ന ആൾക്കാർ പരിഷ്കരിക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ടേ എന്താണ് സാധനമെന്ന്. അതുപോലും ചെയ്യാത്തവരാണ് പരിഷ്കരിക്കാനും ഇൻകൾച്ചറേഷനും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗവത്തിൽ പിതാവിനെ കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിൽ ഞാൻ എംഫസൈസ് ചെയ്യാനായിട്ട് ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നെസ്തോറിയസിന്റെ അനാഫറ പരിശുദ്ധ കത്തോലിക്ക സഭ ഓറിയന്റൽ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവിനെ കുറിച്ചാണ് ഞാനിന്ന് അടുത്ത നിമിഷങ്ങളിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്താണ് ഇത്? കൂദാശാക്രമമല്ല, ഡെയിലി ആവർത്തിക്കേണ്ട
ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് അനാഫറ. പ്രിയമുള്ളവരെ, അത് ഗ്രീക്ക് നാടകത്തിൻ്റെ ശൈലിയാണ്. ആവർത്തിക്കുക. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് ലാറ്റിൻ ആരാധനാക്രമത്തിലുണ്ട്. അതെന്തിനാണ്? ചില കാര്യങ്ങൾ ആവർത്തിച്ചാണ് നമ്മളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുക. അതാണ് കുട്ടികളെ കൊണ്ട് ആവർത്തിച്ച് പഠിപ്പിക്കണമെന്ന് പറയുന്നത്. പല പ്രാർത്ഥനകളും നമ്മൾ ആവർത്തിക്കുന്നത്. നമുക്ക് നെസ്റ്റോറിയസിൻ്റെ അനാഫറയിലെ കേന്ദ്രബിന്ദുവിലേക്ക് വരാം. ഇത് ഒരിക്കൽ ഞാൻ മനസ്സിലാകുന്നത് ക്രിസ്റ്റോളജിയെക്കുറിച്ചുള്ള തർക്കത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഓറിയന്റൽ ആരാധനാക്രമങ്ങൾ മുഴുവനും ഡിഡാക്റ്റിക്കാണ്. ഡിഡാക്റ്റിക് എന്ന് വെച്ചാൽ ചരിത്രത്തിലെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയിൽ സഭാപിതാക്കന്മാരുടെ ഉത്തരങ്ങൾ കൂടി ഉൾച്ചേർത്തിട്ടാണ് സീറോ മലബാർ സഭയും ഓറിയന്റൽ സഭകളും തങ്ങളുടെ ആരാധനാക്രമം വികസിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട തർക്കമാണ് യേശു ദൈവമാണോ മനുഷ്യനാണോ? നമുക്കറിയാം, യേശു ദൈവമാണെന്ന് പറയുന്ന അനേകം പേരുണ്ട്, യേശു മനുഷ്യനാണെന്ന് പറയുന്ന അനേകം പേരുണ്ട്. എൻ്റെ നിഗമനത്തിൽ രണ്ടും അപൂർണമാണ്. ഞാൻ തെറ്റാണെന്ന് പറയില്ല, രണ്ടും അപൂർണമാണ്. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പൊ AD 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും നടന്നിരുന്ന ഈ തർക്കത്തിന്റെ ഉള്ളിലെ നെസ്റ്റോറിയൻസിന്റെ അനാഫ്രയുടെ ഉള്ളിൽ മനോഹരമായി എഴുതി ചേർത്ത ഒരു പ്രാർത്ഥന ഇതാണ്. ഇത് ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നിന്ന് എടുത്തതാണ്. പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടെ പരിപൂർണ മനുഷ്യനായി, ദ പെർഫെക്റ്റ് മാൻ, സ്ത്രീയിൽ നിന്ന് ജാതനായി മരണത്തോളം കീഴടങ്ങി, അതേ കുരിശു മരണത്തോളം. അപ്പൊ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയിൽ ഇത് മുൻപ് സീറോ മലബാർ സഭയുടെ കുർബാനയുടെ 3-ാം ഗേഹന്ത പ്രണാമ ജപം ആയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പരിപൂർണ മനുഷ്യനായി. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ യേശു പരിപൂർണ മനുഷ്യനാണ്. ജീസസ് ഈസ് പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന നിർവചനം എന്നാണ് ഉണ്ടായത്? നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസുകൾ തരാം. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അതൊരു ഗ്രീക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ. ഡൽഫി ക്ഷേത്രത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹേ മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക. ഞാൻ എന്നെ അറിയണമെങ്കിൽ ഏതാണ് യഥാർത്ഥ മനുഷ്യൻ എന്നറിയണ്ടേ? അപ്പൊ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് നീ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരുന്ന ഇതാരാണ്? യേശു ക്രിസ്തുവാണ്. നീ എന്ന മനുഷ്യൻ ആരാണ് എന്ന് കാണിച്ചു തരുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാല് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ പരതിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ എത്ര അന്വേഷിച്ചാലും നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇത് എൻ്റെ കണ്ണിൽ പെട്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ്? ആ സമരിയക്കാരി സ്ത്രീ കിണറ്റിൻകരയിൽ വന്ന് വെള്ളം ചോദിച്ചിട്ട് അവിടെ തിരിച്ചു പോയിട്ട് അവരുടെ നാട്ടുകാരോട് പറയുന്ന ഒരു വചനമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരുവനെ ഞാൻ കണ്ടു. സാധാരണ ആൾക്കാർ അതിനെങ്ങനെ വ്യാഖ്യാനിക്കാന്നറിയോ? എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്നും അവരിപ്പോ ഭാര്യമാരില്ലെന്നും ചില ആളുകൾ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തെ കുറിച്ച് പറയുന്ന പോലെ അവളുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു എന്നാണ് ചിലരുടെ ധാരണ. പക്ഷെ ഗ്രീക്ക് തത്വചിന്തയുടെ പശ്ചാത്തലത്തിൽ അതിനെ വായിച്ചാൽ ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ ആരാണെന്ന് അവന് കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്ന
പെർഫെക്റ്റ് മാനാണ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് പ്രിയമുള്ളവരെ നെസ്തോറിയസിന്റെ അനാഫറയില് ആ തർക്കത്തിന്റെ കാലഘട്ടത്തില് നെസ്തോറിയസ് എഴുതി വെച്ചത്. ഇനി അതിന്റെ ബ്യൂട്ടി പിന്നീട് എവിടെയാണ് കാണുന്നത്? രണ്ടാം വത്തിക്കാൻ കൗൺസിലില് ഗോദിയം എക്സ്പ്രസ് എന്ന് പറയുന്ന സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന ചർച്ച് ഇൻ ദ മോഡേൺ വേൾഡ്, സഭ ആധുനിക ലോകത്തിൽ എന്ന രേഖയുടെ 22-ാം ഖണ്ഡികയിലെ, അത് ജോൺ പോൾ രണ്ടാമന്റെ കരോൾ വൈറ്റീവയുടെ സംഭാവനയാണെന്നാണ് എന്നോട് ചില ചിന്തകന്മാർ പറഞ്ഞത്. അതായത് യേശു മനുഷ്യനെ അവനാരാണെന്ന് വെളിപ്പെടുത്തുന്നു. യേശു മനുഷ്യനെ അവനാരാണെന്ന് വെളിപ്പെടുത്തുന്നു. കത്തോലിക്ക സഭയുടെ സാർവത്രിക വേദോപദേശ പുസ്തകം 520 പ്രസ്താവിക്കുന്നു, ജീസസ് ഈസ് പെർഫെക്റ്റ് മാൻ. ജീസസ് ഈസ് പെർഫെക്റ്റ് മാൻ. അപ്പൊ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ പ്രഭാഷണം യോഹന്നാന്റെ സുവിശേഷം തൊട്ട് CCC എഴുതുന്നത് വരെയുള്ള ചരിത്ര കാലഘട്ടത്തിൽ യേശു സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന പ്രസ്താവന നെസ്റ്റോറിയസിന്റെ അനാഫറയിലല്ലാതെ മറ്റെവിടെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിയും? ഗോപ്യമായിട്ടെങ്കിലും കാതറിൻ ഓഫ് സിയന്ന ഇക്കാര്യം പ്രസ്താവിക്കുന്നുണ്ട്. ചെന്തേസിമൂസ് അന്നൂസിന്റെ 55-ാം ഖണ്ഡികയില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോൾ ആറാമനെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്, സിയന്നായിലെ വിശുദ്ധ കാതറിൻ ഇപ്രകാരം പറഞ്ഞു, ഓ യേശുവേ, ഓ ദൈവമേ, നിന്നെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. അതേ പ്രിയമുള്ളവരെ, എൻ്റെ യഥാർത്ഥ ദൈവഛായ എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് യേശുവാണ്. കാരണം കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിച്ഛായയാണ് യേശു ക്രിസ്തു. അപ്പൊ യഥാർത്ഥത്തില് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന പ്രസ്താവന നടത്താൻ ഇന്നും സഭയ്ക്ക് ഭയമാണ്, വിശ്വാസികൾക്ക് ഭയമാണ്. ആ വലിയ രഹസ്യമാണ് നെസ്റ്റോറിയസിന്റെ അനാഫറയിലൂടെ, നെസ്റ്റോറിയസിന്റെ പ്രസ്താവനകളിലൂടെ നാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാധനാക്രമത്തിൽ അതുപോലും പഠിക്കാൻ മെനക്കെടാത്ത കർദിനാൾമാരും ലിറ്റർജി സിദ്ധാന്തക്കാരും ആ വചനത്തിന്റെ ഇമ്പാക്റ്റ്. പ്രിയമുള്ളവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യാശയുടെ പടിവാതിൽക്കൽ എന്ന പുസ്തകത്തിൽ പറയുകയാണ്, യേശുവിനെ ദൈവമായി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, വിശുദ്ധ പത്രോസിനും. എന്താ കാരണം? നമുക്ക് ആരാധിച്ച് വീട്ടിൽ പോയാൽ മതി. പക്ഷെ യേശുവിനെ മനുഷ്യനായി കണ്ടാൽ ആരാധിച്ചാൽ മാത്രം പോരാ, അനുകരിക്കണം. അപ്പൊ യഥാർത്ഥത്തില് യേശുവിനെ ആരാധിക്കുകയും അനുകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസം എന്ന പേര് പുറത്തും അവിശ്വാസിയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവരോടുള്ള വെല്ലുവിളിയാണ് നെസ്റ്റോറിയസ് ഉയർത്തുന്നത്. അതുകൊണ്ട് നെസ്റ്റോറിയസിന്റെ അനാഫറ തെറ്റാണെന്ന് പറയാൻ നമുക്ക് ഇഷ്ടമാണ്. വിശുദ്ധ പത്രോസിനോട് പറഞ്ഞു, ഞാൻ പീഡകൾ സഹിക്കും, ഞാൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. എന്താ കാരണം എന്നറിയൂ? ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പത്രോസ് തയ്യാറായിരുന്നു. മനുഷ്യനായ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പത്രോസ് തയ്യാറില്ല. അതാണ് ഇന്നും ക്രിസ്തു മതത്തിന്റെ, കത്തോലിക്ക സഭയുടെ തെറ്റായ ഒരു അപഭ്രംശം. ആ അപഭ്രംശത്തിൽ നിന്നുള്ള രക്ഷയാണ് നെസ്റ്റോറിയസിന്റെ അനാഫറയിലെ ഗോപ്യമായി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഒരു ലിറ്റർജിയെ മനസ്സിലാക്കുക, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാണ്. എങ്കിലും എല്ലാ നെസ്തോറിയന്മാരോടും, നെസ്തോറിയൻ സഭകളോടും, നെസ്റ്റോറിയസിൻ്റെ അനാഫറ അതിൻ്റെ പൂർണ്ണതയിൽ അതിനെ പുനരുദ്ധരിക്കാൻ ശ്രമിച്ച എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് പൗത്രൻ പിതാവിനോടുമുള്ള എൻ്റെ തീർത്താൽ തീരാത്ത നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്.
അത് പരിഷ്കരിക്കണം. പരിഷ്കരിക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് പഠിക്കണം, അതിൻ്റെ ശരികളും തെറ്റുകളും കണ്ടെത്തണം. അല്ലാതെ പരിഷ്കരിക്കരുത്. നമ്മൾ കുറച്ച് അച്ഛന്മാർ കൂടിയിട്ട് 4 പ്രാർത്ഥന കൂട്ടിച്ചേർത്താൽ അത് ആരാധനാക്രമമാകില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിർണായകമായ സഹായങ്ങൾ താത്വികമായി നൽകിയ പൗത്രൻ പിതാവിൻ്റെ ഓർമ്മകളിൽ സന്തോഷിച്ചുകൊണ്ട് എന്നെ ഈ പ്രഭാഷണം നടത്താൻ ക്ഷണിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.